സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. താലൂക്ക് സർവേ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കിള്ളിമംഗലം സ്വദേശികൾ രംഗത്ത്. തങ്ങളുടെ സ്ഥലത്ത് അനുവാദമില്ലാതെ റോഡ് വികസനത്തിനുള്ള സർവേ കുറ്റികൾ സ്ഥാപിച്ചതായി ആരോപിച്ചാണ് കുടുംബങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ അവർ അളവ് വെച്ചത് കറക്റ്റ് ആ മഞ്ഞളവ് വെച്ചിട്ട് അങ്ങനെ ഒരാൾ കൂടിയതിൻ്റെ അവിടെ ജസ്റ്റ് 1 മീറ്റർ ഉള്ളിലേക്ക് വരുന്നത്. 1 മീറ്ററാണ് വരേണ്ടത് കൂടുതൽ. ആ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ തുല്യതായിട്ട് കിട്ടും. ആ പുറത്ത് പുറമ്പോക്കുണ്ട്, അത് ഇതുവരെ എടുത്തിട്ടില്ല. ഒരു സൈഡ് മാത്രം അളന്നിട്ട് എടുത്തിട്ട് അവർ സൗകര്യത്തിന് ചെയ്തു. ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു മാപ്പ് കൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്. അവർ പലവട്ടം പല മാപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പൂർണ്ണമായുള്ള മാപ്പല്ല, ഒരേ ഒറിജിനൽ മാപ്പ് ഇല്ല സത്യത്തിൽ. ഒരു വന്നത് എന്തോ ഒരു മാപ്പ് ഒന്ന് അളന്നു പോയി 3, 4. ഞങ്ങളിവിടെ 150 കൊല്ലമായിട്ട് ജീവിക്കണവരാണ്. അച്ഛനായിട്ട് സ്ഥലങ്ങൾ ഇവിടെ ഈ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഒപ്പം വന്നതാണ്. 2 ഭാഗത്തുനിന്ന് ഒപ്പം തുല്യമായിട്ട് റോഡ് വീതി കൂട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം ഈ കിഴക്ക് ഭാഗം മാത്രം അവർ കൂടുതലെടുക്കുന്നത്, വീടിൻ്റെ അരുവ് കൂടെ. പഴയ വീടിൻ്റെ അതിർത്തിയിൽ ഞങ്ങളുടെ സർവേരി ഉണ്ട്, അതനുസരിച്ചിട്ട് അവർ എത്ര സ്ഥലം വെണ്ടിച്ചെടുത്തോട്ടെ. സർവേരി വിട്ടിട്ട് ഞങ്ങളുടെ കാശ് കൊടുത്ത സ്ഥലം കൊടുക്കില്ല. അതിന് ഞങ്ങൾ കലക്ടറെ അടുത്തന്ന് പോയിട്ട് പറഞ്ഞു, അവർ കടലാസ് തന്നിട്ടുണ്ട്, അർഹപ്പെടാത്ത സ്ഥലം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കടലാസ് തന്നിറക്കുന്നത്. അത് പ്രകാരം ഞങ്ങളിവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ട് അവർ പറയണു വീടിൻ്റെ ഏകദേശം അതിർത്തിയിലാണ് അവരുടെ സർവേരി വെച്ചിരിക്കുന്നത്, അവിടുന്ന് അങ്ങോട്ട് അപ്പടി എടുക്കുകയാണ് എന്നുള്ളത്. അത് ശരിയാവണ കാര്യമല്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെയും കൂടി കൊന്നിട്ട് കൊണ്ടുപോട്ടെ, എന്നാലേ ശരിയാവുള്ളൂ. ഒരേമാതിരി എടുക്കുമ്പോൾ അല്ല ഒരേമാതിരി എടുക്കണം. 2 ഭാഗത്തു നിന്ന് എടുക്കാൻ പറയും. അവർ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് മഞ്ഞ വര, അവിടുന്ന് അങ്ങോട്ട് എടുത്തോട്ടെ. പിന്നെ അവർ കുറ്റി അടിച്ചോണ്ടൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ 2 ഭാഗത്തുനിന്ന് ഒപ്പം തുല്യമായിട്ട് എടുക്കണം. ഞങ്ങളുടെ ഭാഗത്ത് ഉദടിന്ന് പയങ്കളം വരെയുള്ള അതിർത്തിയിൽ അവർ പടിഞ്ഞാറും കിഴക്കും ഒരേപോലെ എടുക്കണം. അത് എടുക്കാതെ നടക്കില്ല. ഞങ്ങളുടെ വീടിന് മാത്രം ഇത്തിരി കൂടുതൽ എടുക്കണം, അത് സമ്മതിക്കില്ല. ഞങ്ങളെന്താ പെണ്ണുങ്ങളുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യണത്. ചോദിക്കാനും പറയാനും ആളില്ല വെച്ചിട്ടാ. അതൊന്നും ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ അമ്പലം പുരോഗതിയായിട്ട് 100-200 കൊല്ലത്തെ പഴക്കാ. മനസ്സിലായി? കിള്ളിമംഗലം ഈ സൊസൈറ്റിയിൽ അവിടുന്ന് ആകെ 4 വീടവിടെ ഈ പരിസരത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്ന വീടുകളാണ് ഇത് മുഴുവനും. അപ്പോൾ അത് അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, ഈ സ്ഥലത്തിനെ പറ്റി അറിയില്ല. ഞങ്ങൾക്കറിയാം. 10-75 കൊല്ലമായി ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം കയ്യേറാൻ പറ്റില്ല. കേരള സർക്കാരിൻ്റെ 812 സർവേ സ്കെച്ച് പ്രകാരം ഇവിടെ അളവ് വന്നപ്പോൾ ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ ഒരു മഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് വന്ന യഥാർത്ഥ സർവേയർ. അത് പ്രകാരമാണ് റോഡ് പോകുള്ളൂ, അല്ലെങ്കിൽ റോഡിൻ്റെ സ്ഥലം ഇത്രയുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് താലൂക്ക് സർവേ എന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു അംഗീകൃതം ഇല്ലാത്ത സ്കെച്ചും കൊണ്ട് വന്നിട്ട് അവർ ഞങ്ങളുടെ സമ്മതം ഒന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് കല്ലിട്ട് പോയി. അതിന് ഇവർ പറയണത് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരവരുടെ ഇഷ്ടപ്രകാരം പോയിട്ട് ആണ് വന്ന് കല്ലിട്ടത്. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വിവരാശം വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്താണെന്നറിയോ, റോഡിൻ്റെ വീതി എത്ര വെച്ചിട്ട് ഞങ്ങൾ വിവരാശം വെച്ചിട്ടുണ്ടായിരുന്നു. 812 റോഡിൻ്റെ ആ സ്കെച്ച് പ്രകാരം വീതി എത്രയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു വിവരാശം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിവരാശത്തിൽ അവർ പറഞ്ഞത് സർവേ നടക്കുന്ന മുറയ്ക്ക് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അറിയിച്ചില്ല റോഡിൻ്റെ വീതി എത്രയെന്ന്. ഞങ്ങൾ അറിയിക്കാതെ വന്നിട്ട് കല്ലിട്ട് പോയി. ഇപ്പോൾ അവർ റോഡ് അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് എടുക്കാനാണ് വന്നിരിക്കുന്നത്. താലൂക്കിൽ നിന്ന് വന്ന് സർവേക്ക് വരുന്ന പറഞ്ഞു, ഇതുവരെ സർവേ എടുക്കാൻ വന്നിട്ടൊന്നുമില്ല. അതിനുള്ള യാതൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുമില്ല. പിന്നെ ആദ്യം വന്ന് മാർക്ക് ചെയ്ത് പോയത് കറക്റ്റായിരുന്നു. 1 മീറ്റർ വിട്ടിട്ടായാലും ഞങ്ങൾ റോഡിന് വീതി വികസനത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ അവർ കയറ്റിയെടുത്ത കാരണമാണ് ഞങ്ങൾക്ക് ഇതിൽ പരാതിപ്പെടാൻ കാരണം. അതായത് ഒരു സൈഡ് ആദ്യം വന്നത് കറക്റ്റായിട്ട് അളന്നു പോയത് സർവേയിൽ 1 മീറ്റർ കറക്റ്റായിരുന്നു. ആ 1 മീറ്റർ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്, കുഴപ്പമില്ല, വികസനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് വെച്ചിട്ട് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അതിലും കൂടുതൽ രണ്ടാമത് വന്നാലും 3 പ്രാവശ്യമായിട്ട് ഇവിടെ അളവ് കാണുന്നുണ്ട്. 3 പ്രാവശ്യം അളവ് കാണുന്നാലും ഓരോ പ്രാവശ്യം കൂടുന്നവരും അളവ് കയറി വരികയായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും പുറമ്പോക്കും കിടക്കുന്നുണ്ട്, PWD സ്ഥലം കിടക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെ പൊളിച്ചില്ല, അതൊക്കെ അങ്ങനെ കിടക്കുകയാണ്. ആ ഭാഗത്ത് കുറച്ച് ഹൈ ക്വാളിറ്റിക്കാരായ കാരണം അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കണില്ല. അവരാണ് ഇതിൻ്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം.
ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.